പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പാലക്കാലത്തെ ആത്മീക ചിന്ത അപ്പോസ്തലനായ പൗലോസ് തീത്തോസിന് എഴുതിയ ലേഖനത്തിൽ നിന്നാണ്. അതിന്റെ 2-ാം അധ്യായം 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നു. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായി കാത്തുകൊണ്ട് ഭക്തിയോടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്ത് സൽപ്രവൃത്തികളിൽ ശുഷ്കാന്തിയുള്ളൊരു സ്വന്തം ജനമായ തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന് തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു. ഈ ഭാഗങ്ങളെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ ഏത് ദൈവവേദനയും പ്രത്യാശ ഉണർത്തുന്ന ആത്മീക ചിന്തകളാണ് അപ്പോസ്തലനായ പൗലോസ് പങ്കുവെക്കുന്നത്. ഒരു യഥാർത്ഥ ദൈവവേദനയിലെ പ്രത്യാശ എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവിലാണ്. പ്രിയമുള്ളവരെ, പ്രത്യാശ നഷ്ടപ്പെട്ടു പോകാവുന്ന, കാരണം ഈ ലോകത്തിന്റെ ഉയർച്ചകൾ എന്ന് പറയുന്ന ഈ വേൾഡിന്റെ സിസ്റ്റം, അതിന് നാം പുരോഗമനം, വികസനം, അത്യാധുനികത, പോസ്റ്റ് മോഡേണിസം, കാരണം ലോകത്തിന്റെ അംഗീകാരങ്ങൾക്ക് വേണ്ടിയുള്ള തത്രപ്പാടിൽ ഒരു യഥാർത്ഥ ദൈവതൽ ഇവിടുത്തെ അട്രാക്ഷനും ഇവിടുത്തെ ഗ്ലോറിയും ഇവിടുത്തെ ചിഹ്നങ്ങളും ഒക്കെ കണ്ട് നമ്മുടെ കണ്ണിനെ, നമ്മുടെ കാഴ്ചപ്പാടിനെ, നമ്മുടെ വെളിപ്പാടിനെ നഷ്ടപ്പെടുത്തുവാനല്ല ദൈവം നമ്മെ വിളിച്ചത്. ഇത്രയും പാപത്തിന്റെ ശക്തി ഉയർന്നു നിൽക്കുമ്പോൾ പ്രിയമുള്ളവർ, അതിന് നടുവിൽ ഒരു ജീവിക്കുന്ന ദൈവ വൈതൽ ഈ കാണുന്ന താൽക്കാലികമായ സംവിധാനങ്ങളൊന്നും അവന്റെ കണ്ണ് ഉടക്കിപ്പോകാതെ, കാഴ്ചപ്പാട് മങ്ങിപ്പോകാതെ വരുവാനുള്ള ലോകത്തെക്കുറിച്ചുള്ള ആ പ്രതീക്ഷ, ആ പ്രത്യാശ ഇന്ന് പലകാലം വീണ്ടെടുക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ പ്രേരിപ്പിക്കുന്നു. നമുക്ക് വീണ്ടും തീത്തോസിന്റെ ലേഖനങ്ങളിലേക്ക് നാം പോകുമ്പോൾ നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാൻ കഴിയുന്നത് 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങളെ നാം ഒരു അവരോഹണ രീതിയിൽ മുകളിൽ നിന്ന് താഴേക്കല്ല, താഴെ നിന്ന് മുകളിലേക്ക് നാം പഠിക്കുമ്പോൾ ഇങ്ങനെ നമുക്ക് കാണാൻ കഴിയും. കൊടുത്തു, അടുത്തത് വളർത്തുന്നു, 3 കാത്തിരിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. കൊടുത്തു, അടുത്ത് വളർത്തുന്നു, 3 കാത്തിരിക്കുവാൻ നമ്മെ പ്രത്യാശയോടെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം. ഇത് രക്ഷയുടെ ത്രികാല സ്ഥിതിയെ കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ ആത്മാവിനെ സംബന്ധിക്കുന്നത്, 2 പ്രാണനിൽ നടന്നുകൊണ്ടിരിക്കുന്നത്, 3 നാളുകൾ വെളിപ്പെടാനുള്ളത്. ആത്മാവിലും പ്രാണനിലും ശരീരത്തിലും. 1 പാപത്തിന്റെ ശിക്ഷയിൽ നിന്നുള്ള വിടുതൽ, 2 പാപത്തിന്റെ ശക്തിയിൽ നിന്നുള്ള വിടുതൽ, 3 പാപത്തിന്റെ സാന്നിധ്യത്തിൽ നിന്നുള്ള വിടുതൽ. പാപത്തിന്റെ ശിക്ഷയിൽ നിന്നുള്ള വിടുതൽ ആത്മാവിൽ സംബന്ധിക്കുന്ന നീതീകരണം, പാപത്തിന്റെ ശക്തിയിൽ നിന്നുള്ള വിടുതൽ പ്രാണനിൽ ദിനംതോറും സംഭവിക്കുന്ന രൂപാന്തരം, അതിന്റെ വിശുദ്ധീകരണമെന്നോ ശുദ്ധീകരണമെന്നോ ആ രൂപാന്തര പ്രക്രിയ ദൈവത്തിന്റെ കേൾവിയാലും വചനം വായനയിൽ കൂടെയും അതിനെ ക്രിസ്തു അനുരൂപനാക്കി നമ്മെ മാറ്റുന്ന, നമ്മുടെ മനസ്സിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ. ഇനിയും രക്ഷയുടെ ഏറ്റവും വലിയ പൂർത്തീകരണം എന്ന് പറയുന്നത് ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വമാണ്. ഇപ്പോൾ നാം പുത്രൻ എന്ന പദവിയിലാണ്. അതിന്റെ ആ ഭാഗ്യകരമായ പ്രത്യാശ വെളിപ്പെട്ട് വരുന്ന കർത്താവായ യേശുവിന്റെ മടങ്ങി വരവിനോടനുബന്ധിച്ചാണ് ഇന്ന് പലകാലം ഈ ചിന്തകൾ നമ്മെ കൂടുതൽ ആഴമേറിയ പ്രത്യാശയിലേക്ക് നയിക്കുവാൻ കാരണമാക്കി തീർക്കും. ഇന്നത്തെ ഈ പൊതുസമൂഹവും ആത്മലോകവും തമ്മിൽ നാം ഒന്ന് സസൂക്ഷ്മം വിചിന്തനം ചെയ്ത് പഠിക്കുമ്പോൾ യഥാർത്ഥ നെഹമ്യാമാരുടെ മുഖം വാടിയിരിക്കുന്ന സമയമാണിത്. ആത്മീയ അടയാളങ്ങൾ നശിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, മാതൃകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ലവോദിക്ക സഭയുടെ കർത്താവ് പറയുമ്പോൾ വാതിക്കൽ നിന്ന് മുട്ടുന്ന അരിമനാഥന്റെ ചെറിയ ശബ്ദം പോലും കേൾക്കുവാൻ കഴിയാതെ ഈ ലോകത്തിൽ നേട്ടങ്ങളും ലാഭങ്ങളും വിജയങ്ങളും സുഖലോലമതയിലും ആഡംബരത്തിലും കഴിഞ്ഞുകൂടുന്ന ഒരു സമൂഹത്തിന് നടുവിൽ ഇപ്രകാരമുള്ള ദൈവിക ദൂതകൾ രക്ഷയെ സൂക്ഷിക്കുവാൻ, രക്ഷയ്ക്ക് വേണ്ടി നിലനിൽക്കുവാൻ, ആ രക്ഷയുടെ സന്തോഷം അനുഭവിക്കുവാൻ നിങ്ങളെ സഹായിക്കുന്നുവെങ്കിൽ നിശ്ചയമായി എന്റെ സന്ദേശം കേൾക്കുന്ന പ്രിയമുള്ളവർക്ക്, ശ്രോതാക്കൾക്ക് അനുഗ്രഹമായി തീരും. ആ രക്ഷ എന്ന് പറയുന്നത് നമ്മുടെ നീതി പ്രവൃത്തികളല്ല. ദൈവം നമുക്ക് നീതിയായി കണക്കിട്ടതാണ്, നമുക്ക് വിശ്വാസത്താൽ പ്രാപിച്ചതാണ്. പ്രവൃത്തികൾ കാരണമല്ല, ഇത് കൃപയാലാണ്, കർത്താവിന്റെ ദാനമാണ്. ഞാൻ പറഞ്ഞതിന്റെ സാരം, വിശ്വാസ ജീവിതത്തിൽ രക്ഷിക്കപ്പെട്ടതിന് ശേഷം സൽപ്രവൃത്തികളുണ്ട്. പക്ഷെ സൽപ്രവൃത്തികൾ നമ്മെ നീതീകരിക്കുന്നില്ല, ദൈവത്തിലാക്കി തീർക്കുന്നില്ല. അപ്പോൾ തന്നെ രക്ഷിക്കപ്പെട്ട ഒരു ദൈവ വൈതലിന് ആ വിശ്വാസത്തിന്റെ പ്രവൃത്തി, അതിന്റെ ഫലം മറ്റുള്ളവർക്ക് ദർശിക്കുവാൻ കഴിയും. പ്രസക്തമായ നമ്മുടെ ചിന്ത നമുക്ക് വേണ്ടി ക്രിസ്തുവിനെ കൊടുത്തു, യേശുവിനെ കൊടുത്തു എന്ന് പറയുന്നതിൽ അപ്പോസ്തലനായ പൗലോസ് പുതിയ നിയമത്തിൽ തന്നെ 4 കാര്യങ്ങൾ കർത്താവിനെ ഏൽപ്പിച്ചു കൊടുത്തു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഗലാത്യ ലേഖനം 1:3 പറയുന്നു, ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ നിന്നും വിടുവിക്കേണ്ടതിന് നമ്മുടെ പാപങ്ങൾ നിമിത്തം തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത കർത്താവായ യേശു. 2-ാമത് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, സ്നേഹ നിമിത്തം ഏൽപ്പിച്ചു കൊടുത്തു. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ചു എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രനുള്ള വിശ്വാസത്താലത്രേ. ഗലാത്യ ലേഖനം 2:20 പറയുന്നു, എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്ത കർത്താവായ യേശു. എഫെസ്യർ 5:27 പറയുന്നു, തേജസ്സോടെ നിർത്തുവാൻ ഏൽപ്പിച്ചു കൊടുത്തു. സഭയെ ശുദ്ധവും നിഷ്കളങ്കവുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിന് ഏൽപ്പിച്ചു കൊടുത്തു. റോമാലേഖനം 8:32 പറയുന്നു, ആദരിക്കാതെ ഏൽപ്പിച്ചു കൊടുത്തു. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുക. അതാണ് ഗെത്സമനയിലും ഗോൽഗോഥയിലും കർത്താവ് തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്തു. പ്രിയമുള്ളവരെ, കർത്താവിനെ കൊടുത്തു. എന്തിനു വേണ്ടി കൊടുത്തു? എന്നെ വീണ്ടെടുക്കുവാൻ, എന്നെ നേടുവാൻ. ദൂരസ്ഥന്മാരായിരുന്നു, ദൈവത്തിന്റെ ശത്രുക്കളായിരുന്നു, അല്ലെങ്കിൽ കൽപാത്രങ്ങളെ പോലെ പുറംപറമ്പിൽ തള്ളിക്കളഞ്ഞ നാശയോഗ്യമായിരുന്ന എന്നെ വീണ്ടെടുക്കുവാൻ, ഇരുട്ടിൽ നിന്ന്, നിത്യശാപങ്ങളിൽ നിന്ന്, മരണഭീതിയിൽ നിന്ന്, നരകശിക്ഷയിൽ നിന്ന്
എന്നെ വീണ്ടെടുക്കുവാൻ കർത്താവിനെ കൊടുത്തു. അടുത്തത് ഇതൊരു ഭൂതകാല പ്രക്രിയ, കൊടുത്തു എന്ന് പറയും. പാസ്റ്റ് ടെൻസ്. ഇനി എന്റെ പ്രസന്റ് ടെൻസ്, വർത്തമാനകാല ക്രിയയിൽ എന്നെ വളർത്തുന്നു. ഇവിടെ നമുക്ക് വായിക്കാൻ കഴിയുന്നു, ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിക്കുക, ഈ ലോകത്തിൽ സുബോധത്തോടു കൂടി ജീവിക്കുക, വിശുദ്ധിയിൽ വളരുവാൻ, കൃപയിൽ നിലനിൽക്കുവാൻ. ദൈവത്തിന്റെ വചനം വീണ്ടും വീണ്ടും പറയുന്നു, നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ സൂക്ഷിക്കണം. യൂദാ അപ്പോസ്തലൻ ലേഖനം അവസാന വാക്യം പറയുന്നു, വീഴാതെ കൊണ്ട് നിങ്ങളെ സൂക്ഷിച്ച് നിങ്ങളെ നിർത്തുവാൻ. യാക്കോബിന്റെ ലേഖനം 1:12 പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം. ഇന്നലകളിൽ നാം രക്ഷിക്കപ്പെട്ടു. ഇന്ന് വർത്തമാന കാലഘട്ടത്തിൽ പാപത്തിന്റെ ശക്തിയോടും പാപത്തിന്റെ പ്രലോഭനങ്ങളോടും പാപത്തിന്റെ അധികാരങ്ങളോടും അതിന്റെ വാഴ്ചകളോടും ഒരു ദൈവവേദൽ പാപത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല, പാപത്തെ താലോലിക്കുന്നില്ല, പാപത്തെ തിരസ്കരിക്കുന്നു. പ്രാർത്ഥിക്കുന്നവൻ പാപം ചെയ്യുന്നു നിർത്തും. അങ്ങനെയാണെങ്കിൽ രക്ഷയിൽ ഞാൻ ആത്മാവിൽ വളരുമ്പോൾ, പ്രാണനിൽ ഞാൻ യേശുവിനോടൊത്ത് ഒരു ക്രിസ്തുതുല്യമായ ജീവിതത്തിന് വേണ്ടി എന്നെ സമർപ്പിച്ച് എന്നെ വിട്ടുകൊടുക്കുമ്പോൾ, പാപത്തിന്റെ സ്വാധീനങ്ങൾ, പാപത്തിന്റെ പ്രേരക ഘടകങ്ങൾ, ഞാൻ പാപത്തിൽ മരിച്ച് പാപത്തിൽ ഞാൻ മോചനം പ്രാപിച്ച് ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവൻ, ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നവൻ ഇനി ഞാനല്ല. അപ്പോസ്തലൻ പൗലോസ് പറയുന്നു, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. നാം അവന്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് നമ്മെ ശിക്ഷിക്കുന്നു. ആ ശിക്ഷിക്കുന്നു പറയുന്നത് കറക്റ്റ് ചെയ്യുന്നു. അതൊരു ചിലപ്പോൾ ശാസനയാകാം, ചിലപ്പോൾ തർജ്ജനമാകാം, ചിലപ്പോൾ ഈ വചനം നമ്മെ ചെത്തി വെടിപ്പാക്കുന്നതാകാം. പലപ്പോഴും പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ വഴിതാകുന്നു ആലോചന നൽകുന്നു, പ്രേരണകൾ നൽകുന്നു. പരിശുദ്ധാത്മാവ് പാപത്തെക്കുറിച്ച് നീതിയെക്കുറിച്ച് ബോധം നൽകുന്നു. അങ്ങനെയാണെങ്കിൽ വർത്തമാന കാലഘട്ടത്തിൽ പ്രിയമുള്ളവരെ, ഈ കൃപ നമ്മെ വളർത്തുകയാണ്. ദൈവത്തിന്റെ വചനം പറയുന്നു, നാം അവന്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് അവൻ നമ്മെ ചില അച്ചടക്കം, ചില കറക്റ്റ്നെസ്, പോകേണ്ട പാതയിൽ നമ്മെ കൊണ്ടെത്തിക്കുന്ന മാർഗനിർദ്ദേശങ്ങൾ നൽകുന്ന പരിശുദ്ധാത്മാവിന്റെ ആഹ്വാനം പ്രിയമുള്ളവർ നിങ്ങൾ തിരസ്കരിക്കരുത്. രക്ഷിച്ച കൃപ ഇന്നിന്റെ ഉള്ളിൽ മാറ്റങ്ങളിലേക്ക്, രൂപാന്തരങ്ങളിലേക്ക്, ക്രിസ്തുതുല്യമായ അനുഭവത്തിലേക്ക് അവന്റെ സാദൃശ്യത്തോടെ എന്നെ ഏകീഭവിക്കും. ആ പുത്രനെ പോലെ ആക്കി തീർക്കുവാൻ, എന്റെ ഉള്ളിൽ ആ സ്വരൂപത്തോട് അനുരൂപനായി തീരുവാൻ, നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവികതം എന്തെന്ന് തിരിച്ചറിയുവാൻ മനസ്സ് പുതുക്കി രൂപാന്തരം കൃപ എന്നെ സഹായിക്കും. ദൈവം നമ്മെ വിളിച്ചു, ദൈവം നമ്മെ വീണ്ടെടുത്തു, കർത്താവ് നമ്മെ നീതീകരിച്ചു. വിശുദ്ധിയിൽ വളരുവാൻ, അവർ വിശുദ്ധരായിരിക്കുന്ന പോലെ നിങ്ങളും വിശുദ്ധരായി തീരും. ദൈവത്തിന് ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. ശുദ്ധീകരണം കൂടാതെ ആർക്കും കർത്താവിനെ കാണുവാൻ കഴിയുന്നില്ല. എന്ന് പറയാൻ പ്രിയമുള്ളവരെ, കർത്താവ് വലിയ മാറ്റങ്ങൾക്ക് വേണ്ടി മഹത്വം ജീവിതത്തിൽ മടങ്ങി വരുവാൻ, രക്ഷയുടെ സന്തോഷത്തിൽ നിലനിൽക്കുവാൻ, ഈ ഭൂമിയിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജയാളിയായി തീരുവാൻ കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. പ്രാർത്ഥനപൂർവ്വം തുടർന്ന് നമുക്ക് ദൈവസ്ഥലിൽ വിശ്വസ്തയോടെ കർത്താവിനെ സേവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.